എനിക്ക് 2 വർഷമായി മോളുടെ ബർത്ത്ഡേക്ക് ചോക്ലേറ്റ് ട്രഫിൾ ഫ്ലേവർ മാത്രം ചൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ തീം കേക്ക് ചൂസ് ചെയ്യുന്നത് കൊണ്ട് ചോക്ലേറ്റ് ട്രഫിളിന്റെ ഒതന്റിക് ഡിസൈൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതെന്തായാലും നന്നായി. ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അടി ഉറപ്പാ. ഇപ്പോൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ചെയ്യുമ്പോഴും എനിക്കതിൻ്റെ പെർഫെക്ഷൻ വരാറില്ല. കേക്ക് ഒരുമാതിരി ചമ്മിയ തവള പോലെ ഉണ്ടാവും, ഷെയ്പ്പാവില്ല. പിന്നെ ക്രീമൊക്കെ തേച്ച് കുട്ടപ്പനാക്കും. അങ്ങനെ ഈ വർഷത്തെ ഓർഡറും ചോക്ലേറ്റ് ട്രഫിൾ തന്നെ. തീം ബേസ്ഡ് കേക്ക് ആയതുകൊണ്ട് പുറമേക്ക് ക്രീം ബേസ്ഡ് കവറിങ് ആയിരുന്നു. പക്ഷേ നമ്മൾ അതുവരെയും ചോക്ലേറ്റ് ട്രഫിളുടെ ഗണാശ് വെച്ച് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ അനുഭവിച്ചൊരു ടെൻഷൻ ഉണ്ട്. ആ ഒരു ഓർഡർ അവസാന നിമിഷത്തേക്ക് ക്യാൻസൽ ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. കേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ചമ്മി താന്നു പോയി, ഒരു ഷേപ്പും കിട്ടിയില്ല. പിന്നെ ക്രീമൊക്കെ തേച്ച് ആളെ പെർഫെക്റ്റായി സാധനം കൊടുത്തു. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വാശി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതോടുകൂടി ചോക്ലേറ്റ് ട്രഫിൾ എന്നുള്ളൊരു പേടി ഞാൻ മാറ്റിയെടുക്കണം. ഞാൻ മാറ്റിയെടുത്തു. അതാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പിന്മാറേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ കിട്ടാത്ത കാര്യങ്ങളും കിട്ടിക്കോളും. ടൈം എടുക്കുന്നു മാത്രം.